പനാജിയിലേക്കാണ് പോകുന്നത്. പഞ്ചിം, പനാജി ആയിരുന്നു നേരത്തെ, ഇപ്പൊ പഞ്ചിമാണ്. ഈ പാലോ ചേച്ചി, ഈ പാലല്ല, ഇതിന് മുന്നേ ഒരു പാലം ഉണ്ടായിരുന്നേ, അതാണ് ഒടിഞ്ഞു പോയിട്ട് നമ്മൾ ബോട്ട് വഴിയായിരുന്നു നേരത്തെ പൊക്കോണ്ടിരുന്ന വെച്ചത്. അപ്പുറത്തെ സൈഡിലേക്ക് നമ്മുടെ ജങ്കാറില്ലേ, ജങ്കാർ വഴി, അത് കഴിഞ്ഞ് പണിത പാലമുണ്ട്. വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഒരു 30 വർഷത്തിന് മുന്നേ ഞാൻ വരുമ്പോഴേ നമ്മള് അവിടെ നിന്ന് ജങ്കാറ് കയറിയിട്ട് ഇവിടെ വന്ന് ഇറങ്ങണം ഓരോ പ്രാവശ്യം. പുഴയാണോ? ആ, എല്ലാ സ്ഥലത്തും നോ പാർക്കിംഗ് എഴുതിയേക്കണത്. എവിടെ കൊണ്ടുപോയി നമ്മൾ വണ്ടി ഇടാൻ പോവാന്ന് അറിയത്തില്ല. എന്തായാലും നല്ല ദൂരമുണ്ട്. വാക്ക് ചെയ്ത് വരാനാണെങ്കിലും നല്ല ദൂരമുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ടാക്സി എടുത്ത് വരാനാണെങ്കിലും ദൂരമുണ്ട്. ഐ തിങ്ക് ഇവിടെയും പാർക്കിംഗ് നോ പാർക്കിംഗ് ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഹായ് ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ റിലിക്സ് എക്സ്പോസിഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. ഗോവയിലാണ്. അപ്പോൾ ആഫ്റ്റർ 10 ഇയേഴ്സാണ്, ഓരോ 10 ഇയേഴ്സ് കഴിയുമ്പോഴാണ് സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ ഭൗതിക ശരീരം എടുത്ത് താഴെ വെക്കുന്നത്. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 20 ഇയേഴ്സിന് മുന്നെയാണ് ഞാനിവിടെ ഫാമിലി ആയിട്ട് വന്നത്. അപ്പോൾ ഇപ്പോൾ ആഫ്റ്റർ 20 ഇയേഴ്സ് ഞാനിവിടെ വന്നിരിക്കുകയാണ് കാണാനായിട്ട് വിത്ത് ബേബീസ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന പാർക്കിംഗ് ഏരിയയാണ്. ഇതുണ്ട് വൈഡ് പാർക്കിംഗ് ഏരിയ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു ഓട്ടോറിക്ഷ കിട്ടുമെന്ന് പറഞ്ഞ് അവിടെ ഫ്രണ്ടിൽ പോയി ഇറങ്ങാനായിട്ട്. അപ്പോൾ എന്തായാലും പള്ളിയിലേക്ക് ചെന്ന് ഇറങ്ങണം. പിന്നെ നമുക്ക് അകത്തൊന്ന് ഷൂട്ട് ചെയ്യാനുള്ള ഒരു പെർമിഷനും ഇല്ല എന്നുള്ളതാണ് ഞാൻ ഇതിൽ കണ്ടത്. സോ നമുക്കകത്ത് ഉള്ള കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല. എനിവേ നമുക്ക് ബാക്കി പുറത്തുള്ള പള്ളിയുടെ കാര്യങ്ങളും ബാക്കി കാര്യങ്ങളും എടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ദിവസങ്ങളിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുക, ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് കാണാം. ഓക്കെ, അപ്പോൾ വളരെ വളരെ സന്തോഷമാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ ഇടവക പോണയിൽ ഫ്രാൻസിസ് സേവിയർ പോണയിൽ ഇടവകയിലുള്ള കുട്ടിയാണ്. അപ്പം നമ്മുടെ സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ ഭൗതിക ശരീരം കാണാനായിട്ട് ദൈവം നമുക്കൊരു സമയം അനുവദിക്കും. 20 വർഷം എപ്പോൾ വേണമെങ്കിൽ വരാമായിരുന്നു. അന്ന് പൈസയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ദൈവം കൂടെ വിചാരിക്കണം നമ്മളിവിടെ വന്നോ എന്നുള്ളത്. അപ്പോൾ ആഫ്റ്റർ 20 ഇയേഴ്സാണ് ഞാനിപ്പോൾ വരുന്നത്. അപ്പോൾ എന്തായാലും ദൈവത്തിനത് 1000 പുണ്യാളിന് 1000 നന്ദി പറയുകയാണ്. അപ്പോൾ എൻ്റെ മക്കളായിട്ടത് കണ്ട് പ്രാർത്ഥിക്കാനും ഒക്കെ ദൈവം അനുവദിക്കട്ടെ. അങ്ങോട്ടുള്ള പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും മാതാവ് സഹായിച്ചു തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ വെൽക്കം. നല്ല ഉച്ച സമയത്ത് കറക്റ്റ് 1:30 ഞങ്ങൾ വന്നേക്കണത്. നല്ല തിരക്കുണ്ട്. ഇത്രയും ജനങ്ങൾ എന്തായാലും ലൈനിൽ നിൽക്കണമല്ലോ. അപ്പോൾ കുറച്ച് ടയർഡാവും തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം എത്ര മണിക്കാണ് ഇങ്ങനത്തെ കുർബാനയുള്ളത് നടന്നത്. മെയിൻ ഇൻറ്റൻഷൻ നമ്മൾ പള്ളിയിൽ വന്ന് നിറച്ചിടുക, പ്രാർത്ഥിക്കുക, അതാണ്. ഒരു കുർബാന കാണണമെന്നുണ്ട്, നോക്കാം സമയം അനുസരിച്ച്. അങ്ങനെ പുണ്യാളിനകത്ത് കണ്ടു. അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമ്മൾ നേരെ പുറത്ത് കഴിഞ്ഞ് പുറത്ത് ജസ്റ്റ് ഒരു കഫറ്റേറിയയുടെ അടുത്ത് വന്നിരിക്കുക. ഇത് കണ്ടോ പുണ്യാളുടേത്. നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളൂ, ബിക്കോസ് അകത്ത് അതിന് പെർമിഷൻ ഇല്ല. ഇതുണ്ടല്ലോ, ഇതെടുക്കാം. കുറച്ച് വെള്ളം
വാ മുത്തേ. അങ്ങനെ നമ്മൾ പുണ്യാളിനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ച് നമ്മൾ പോവാണ്. അതിന് കുർബാന ഇപ്പോൾ കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. മണി ഇപ്പോൾ 2:45. നല്ല നട്ട് വെയിലാണ്. എന്താ ജോജിക്കുട്ടിന് തോട കൊടുത്ത് ആനിക്ക് കുടയില്ല. ഇവിടെയാണ് പുണ്യാളിനെ വെക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഈ പഴയ പള്ളിയുടെ പുണ്യാളിനെ വെച്ചിരിക്കുന്ന ഈ പള്ളിയുടെ ഈ ഫ്രണ്ടിലാണ് ഇപ്പോൾ കുർബാന അർപ്പിക്കുന്നത്. കണ്ടോ? Biggest plane. Kanda. നമ്മളിത് ഇവിടെ ഫിഷർമാൻ വാഫിലെത്തി. ഇത് പാഞ്ചിമിനുള്ള ഫിഷർമാൻ വാഫാണ്. നമ്മൾ കാലങ്കോട്ടിലുള്ളതിൽ പോയിട്ടുണ്ട്. ഇത് ഗോവ. ഹായ്, താങ്ക് യു. Hi. We have 4 with 2 babies. ഈവനിങ് ആകുമ്പോൾ സൂപ്പറായിരിക്കും. ഭയങ്കര തിരക്കുമായിരിക്കും. ചലോ. മോനെ എവിടെ വാ, കമ്മിയാ. ഷിപ്പ് നോക്കി മോനെ, ബിഗ് ഡാഡി ഷിപ്പ്. ദിസ് ഈസ് കോൾഡ് കാസിനോ ഷിപ്പാണ്. കപ്പൽ, ഷിപ്പ് ഷിപ്പ്. അവിടെ 3 ഷിപ്പുണ്ട്. ഗ്യാസിന് കൂട്ടാൻ
In 100 meters, turn right onto Post Office Road. രാത്രി എന്നാ തിരക്കാൻ നോക്കി. In 150 meters, at the roundabout, take the first exit. In 400 meters, at the roundabout, continue straight onto Calingute Beach Road. ഉച്ചയ്ക്കാണല്ലോ നല്ലത്. ഉച്ചയ്ക്കല്ല, ഒരു 5 മണിക്കാണല്ലോ നല്ലത്. അല്ല ദൈവമേ നോക്കി. ഗുഡ് ഈവനിങ്. ഇന്നലെ സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ അടുത്ത് പോയി വന്നപ്പോഴത്തേക്ക് എനിക്ക് പനിയായി, ഭയങ്കര പനിയായി, ഹൈ ഫീവർ ആയിരുന്നു. അപ്പം ട്രിപ്പൊക്കെ ഇട്ടിട്ടാണ് ചിലപ്പോൾ നിൽക്കുന്നത്. ഭയങ്കര ബോഡി പെയിന്, തലവേദന, എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര പനിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു മെഡിസിൻ കഴിച്ചിട്ടാണ് നമ്മൾ നടക്കാൻ. ഇന്നലെ നല്ല വെയിൽ, ഞാൻ പറഞ്ഞില്ലേ, നല്ല വെയിലത്തായിരുന്നു. സോ അതുപോലെ ഹെഡേക്ക് ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. എല്ലാവരും ഹായ് പറഞ്ഞേ. അപ്പൊ ഞങ്ങളിപ്പോ കലങ്കൂത്തിന് വന്നിരിക്കുക. കലങ്കൂത്ത് ഞങ്ങൾ ഇനി അടുത്ത ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇങ്ങനത്തെ സാധനങ്ങൾ കാണിച്ച് പിള്ളേരെ പറ്റിക്കാൻ വേണ്ടി ഇരിക്കുക. നമ്മുടെ പൈസ പോവുകയും ചെയ്യും. വേണ്ട മോനെ പൊക്കോ. ഫാറ്റ് ഫിഷിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണ്. क्या है? ओ crab. ഇപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്, ബീച്ചിൻ്റെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ. അനി
ഇഷ്ടപ്പെട്ടോ സ്ഥലം? സൂപ്പർ. ജാജി ഇഷ്ടപ്പെട്ടോ? അതെന്താണ് ഭയങ്കര സീരിയസ്? വേണ്ടെന്ന് മിണ്ടണ്ടെന്ന് പൊക്കോളെ. ബട്ടർ ഗാർലിക് പ്രോൺസ്, സ്ക്വിഡ് കലാമാരി ഫ്രൈ. ആന്റണി കഴിക്ക്. മസാല പീനട്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ സ്ക്വിഡ്. പ്രോൺസ് അടിപൊളിയായിട്ടുണ്ട് അല്ലേ? ഇന്നത്തെ ഗോവ ഫുഡ് എങ്ങനെയുണ്ട്? അണ്ണി എങ്ങനെയുണ്ട് ഫുഡ്? സൂപ്പർ. എന്തായാലും ഈ റെസ്റ്റോറൻറ്റ് കണ്ടപ്പോഴേക്കും ബിക്കോസ് ഇതുപോലെ തന്നെ ഇതേപോലെ തന്നെ തൊട്ടപ്പുറത്തെ റെസ്റ്റോറൻ്റാണ്, സെയിം ആണ്. ഫാറ്റ് ഫിഷ് എന്നാണ് പേര്. രണ്ട് റെസ്റ്റോറൻറ്റ് സെയിം ആയിട്ട് തന്നെ ഇരിക്കുന്നത്. കറക്റ്റ് കണ്ടു കഴിഞ്ഞാൽ ബാങ്കോക്കിലേക്കുള്ള റെസ്റ്റോറൻറ്റ് പോലെയാണ്. നമുക്ക് ടിറ്റോസിൽ ചെന്ന് നോക്കാമല്ലോ, പക്ഷെ എൻട്രി പിള്ളേർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ രാത്രി ഇവിടെ കഴിഞ്ഞു. പിന്നെ തിരക്കാൻ നോക്കി ഫാറ്റ് ഫിഷ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നല്ല ഫുഡുമാണ് കേട്ടോ, ഒരു തെറ്റും പറയാനില്ല. നമ്മൾ ഗോവൻ സ്റ്റൈൽ ഫുഡായാലും ശരി എല്ലാം നല്ലതായിട്ടുണ്ട്. ഞങ്ങൾ ലേഡീസ് മാത്രമാണെങ്കിലും നമ്മൾ ഗൂഗിളിലിട്ട് കറക്റ്റായിട്ട് നോക്കി ഓരോ സ്ഥലത്ത് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ രാത്രിത്തെ ഡിന്നർ കഴിഞ്ഞ് നേരെ റൂമിലേക്കാണ് പോകുന്നത്. ടിറ്റോസിലൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ബേബീസിന് എൻട്രി ഉണ്ടാവും തോന്നുന്നില്ല, അതുകൊണ്ട് നമ്മൾ പോകുന്നില്ല. ലല്ലൂഷും ഇല്ലാത്ത കാരണം നമ്മൾ പോകുന്നില്ല. പറ്റിയെങ്കിൽ നാളെ ഒന്ന് ജസ്റ്റ് ഒന്ന് എൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഹലോ, ഇതിൻ്റെ ഇടയിൽ പനി ഭയങ്കരമായിട്ട് വന്നു. എനിക്ക് വന്ന് ഡെൻസിക്ക് വന്നു. ഡെൻസി ഞങ്ങൾക്ക് 2 പേർക്കും പനിയാണ്. ഞങ്ങൾ ഗോവയിലെ ഈ ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ്. ജീസസ് മേരി ജോസഫ് ഹോസ്പിറ്റലിൽ. തൊണ്ട ഭയങ്കര വേദന, ഇരിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഗോവയിൽ വന്നിട്ട് ഇങ്ങനെ പനിയായിട്ട് ഹോസ്പിറ്റലിൽ വരുന്ന ഒരു സിറ്റുവേഷൻ. ബേബീസ് റൂമിലാണ്. ജോജി ചുമയുണ്ട്, ജോജിന് മെഡിസിൻ മേടിക്കണം. നമ്മൾ ആംബുലൻസിലാണ് വന്നത്, വണ്ടി ഓടിക്കാൻ പറ്റാത്തവരെ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മളിത് മനോഹർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തി.
പക്ഷേ ഇന്നലത്തെ ദിവസം നമുക്കൊന്നും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല, ഒരു സ്ഥലത്ത് പോകാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഞങ്ങൾക്ക് 3 പേർക്ക് പനിയാണ്. അതുണ്ടോ, 3 പേർക്ക് പനിയുള്ള കാരണം നമ്മൾ എവിടെയും പോയില്ല. കുളിക്കാനോ കളിക്കാനോ ഒന്നും പോകാൻ പറ്റില്ല. ബിക്കോസ് വി ഹാവ് എ സിവിയർ ത്രോട്ട് പെയിൻ, സിവിയർ ഹെഡേക്ക്, സിവിയർ ഫീവർ എല്ലാം ഉണ്ട്. ബാംഗ്ലൂർ എത്തിയിട്ട് വേണം നമുക്കൊന്ന് ട്രീറ്റ് ചെയ്യാനായിട്ട്. നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ വന്നത്, പക്ഷേ വയ്യ. എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയ ഒരു ഫ്ലൂ ആണ്. കിട്ടിയ ഫ്ലൂ ഇവിടെ വന്ന് തലയൊക്കെ കുളിച്ച് പള്ളിയിൽ പോയി തിരിച്ച് വന്ന ശേഷം ഭയങ്കര തലവേദന, തല പൊക്ക വയ്യ, അതുപോലെ വേദന. അത് കഴിഞ്ഞ് ബേബീസിന് നോക്കുന്ന ഡെൻസിക്കും ഭയങ്കര ഫീവർ. അപ്പോൾ എനിക്കും ബേബീസിന് ജോജിക്കും ഉണ്ട്. ഡിപ്പാച്ചർ പാർക്കിംഗ് എവിടെയാണ്? ഡിപ്പാച്ചർ പാർക്കിംഗ് എവിടെയാണ്? നല്ല എയർപോർട്ട് കേട്ടോ, വളരെ നല്ല എയർപോർട്ടാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ടൈം എന്തായാലും നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് വരണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രാവശ്യം ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. നെക്സ്റ്റ് ടൈം വളരെ ഹാപ്പി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എനിവേ, ഇനിയിപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്താലും മനോഹർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ടിക്കറ്റ് എടുക്കത്തുള്ളൂ, ഡബ്ലിൻ എടുക്കുന്നില്ല. ഭയങ്കര സിവിയർ കഫാണ്, സിവിയർ കഫ്, സിവിയർ ഹെഡേക്ക്, സിവിയർ ബോഡി പെയിന് എല്ലാം ഉണ്ട്. എയർപോർട്ടിൽ ചെന്നിട്ട് എയർപോർട്ട് ഡോക്ടറിനെ കണ്ട് ഒരു മെഡിസിൻ വാങ്ങിച്ച് കൊടുക്കണം, ഡെൻസിക്ക് കൊടുക്കണം. പിന്നെ എനിക്ക് മെഡിസിൻ ഉണ്ട്, ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് ആ മെഡിസിൻ ഒന്ന് കഴിക്കണം. അതൊക്കെയാണ് ഇപ്പോഴത്തെ പ്ലാൻ. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യത്തെ ഗോവ ട്രിപ്പ് നോട്ട് ആസ് യൂഷ്വൽ ആയിട്ട് നടന്നില്ല. ഓക്കെ, നമ്മൾ എയർപോർട്ടിലെത്തി. ബെഡ്ഷീറ്റ്, പാമ്പേഴ്സ് എല്ലാമാണ്.
Sevilla Jandi यात्रियों ने Sevilla ने check of something. സംസാരിക്കാൻ പോലും വയ്യ. ത്രോട്ട് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അതുപോലെ ഇൻഫെക്ഷൻ, ചെസ്റ്റ് ഇൻഫെക്ഷൻ. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിലെത്തി. അപ്പോൾ ബാംഗ്ലൂരിലെത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് 2 ദിവസം ഭയങ്കര ഫീവറായിരുന്നു. ഇത് കണ്ടോ, ഭയങ്കര മഞ്ഞാണ്.